മലയാളത്തിലെ പ്രമുഖ ഓൺലൈൻ വാർത്താ ചാനലായ സി ന്യൂസിന്റെ രണ്ടാം വാർഷികാഘോഷവും അവാർഡ് നൈറ്റും കൊച്ചിയിൽ നടന്നു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ആഗോള മലയാളികളുടെ ഉടമസ്ഥതയിൽ 2021 ഗ്ലോബൽ മീഡിയ നെറ്റ്വർക്കിംഗ് ആരംഭിച്ച സി ന്യൂസ് ലൈവിന്റെ വാർഷികാഘോഷ പരിപാടികളിലും പുരസ്കാര നിശയിലും നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. വാർത്തകൾ സത്യസന്ധമായി അറിയിക്കുക എന്ന ലക്ഷ്യം വെച്ച് മുന്നേറാൻ സി ന്യൂസിന് സാധിച്ചുവെന്നും ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചുവരുന്ന കാലമാണിതെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടവരാണ്. ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ, രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പറഞ്ഞ 50-51 കാലഘട്ടം എന്റെ സ്മൃതിപഥത്തിലൂടെ കടന്നുപോകുന്നു. വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കേരളത്തിലെ പൊതുരംഗത്തും മാധ്യമ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, ഫ്ലവേഴ്സ് TVN 24 മാനേജിംഗ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ, സംവിധായകൻ ഭദ്രൻ, സാമൂഹിക പ്രവർത്തക ദയാബായി എന്നിവർക്ക് അവാർഡ് നൽകി. വിവിധ മേഖലകളിലെ മികവിന് ജോണി ആന്റണി, PU തോമസ്, കുര്യാച്ചൻ തെരുവൻകുന്നേൽ, ബേബി ജോൺ കലയന്താനി, ബിനോയ് സെബാസ്റ്റ്യൻ, മാസ്റ്റർ പീറ്റർ ടൈറ്റസ്, ജിൻഡോ ജോൺ എന്നിവർക്ക് സി ന്യൂസിന്റെ പ്രത്യേക പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സ്നേഹോപഹാരം നൽകി. തുടർന്ന് നടന്ന കലാസന്ധ്യയിൽ പിന്നണി ഗായകരായ സുദീപ് കുമാർ, ചിത്ര അരുൺ എന്നിവർ നയിച്ച സംഗീത വിരുന്നും ക്ലാസിക്കൽ നർത്തകി സോഫിയ സുദീപ് അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറി. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മലയാളികളുടെ മനസ്സിൽ ഇടം നേടാൻ സി ന്യൂസിന് സാധിച്ചെന്ന് ചാനൽ CEO ലിസി K ഫെർണാണ്ടസ് പറഞ്ഞു. നല്ല സത്യസന്ധമായ ന്യൂസുകൾ എത്തിക്കുക, അല്ലെ നല്ല പ്രോഗ്രാമുകൾ എത്തിക്കുക, കഴിവുള്ള പലരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയുള്ള ചെറിയ ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയ സംഭവം 2 വർഷം തികയുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ സത്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, കഠിനാധ്വാനമുണ്ട്, ഒത്തിരിയേറെ സപ്പോർട്ടുണ്ട്. ഭാരതത്തിന്റെ സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും അഭിമാന നേട്ടങ്ങളും ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കാൻ സി ന്യൂസ് ഇംഗ്ലീഷ് പോർട്ടലും നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ലിസി K ഫെർണാണ്ടസ് പറഞ്ഞു. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.